St. Jacob Ward presents the story of Ruth in the form of Viladi Chanpat. Viladi Chanpat is a folk tradition from Kerala, India, where devotional songs are sung while striking a bow-shaped instrument, the vil. Performed mostly in temples or village shrines, it blends music, storytelling, and rhythm. It's not just art, it's spiritual devotion and song. In a land gripped by famine and sorrow, Ruth's story begins not with triumph, but with loss. A foreign widow in Moab, her future seemed uncertain, but hope stirred in her heart, a hope not in circumstance, but in a God she had come to trust through Naomi, her mother-in-law. When Naomi urged Ruth to stay behind and rebuild her life, Ruth's answer echoed with unwavering loyalty and faith. Where you go, I will go. Your people will be my people, and your God, my God. It was a decision fueled not by logic, but by a deep hope, a belief that even in suffering, God was working. Ruth left behind her homeland, her culture, and her security, and stepped into a life of faith. In Bethlehem, she gleaned in the fields with humility and grace, not knowing that her simple acts of obedience were unfolding a divine story. God honored her trust. Through Boaz, her kinsman redeemer, she was not only redeemed from poverty, but brought into the family of Israel. But Ruth's story didn't end there. She became the great-grandmother of David, Israel's greatest king. And through David's line, the Messiah would come. A Moabite woman, once an outsider, was woven into the very lineage of Jesus. Ruth's hope, quiet, steadfast, and rooted in obedience, became a light for generations. Her life reminds us that when we walk in faith, even in the unknown, God can turn our story into something eternal. ബൈബിളിലെ ഏറ്റവും ചെറുതും മനോഹരവുമായ പുസ്തകം റൂത്ത് എന്ന സ്ത്രീരത്നത്തെപ്പറ്റി മാത്രം വർണ്ണിക്കുന്നു എന്ന് പറയാവുന്ന അധ്യായം. പഴയ നിയമത്തിൻ്റെ ഇരുളടഞ്ഞതെന്ന് കരുതപ്പെടുന്ന ന്യായാധിപന്മാരുടെ കാലത്തും ദൈവപ്രീതിക്ക് പാത്രമായ ഗുണഗണങ്ങൾ ഒത്തിണങ്ങിയ റൂത്തിനെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. നല്ല അമ്മായിയമ്മ മരുമകൾ ബന്ധത്തെ വരച്ചു കാണിക്കുന്ന ഒരു പ്രതിപാദ്യം കൂടിയാണിത്. ചെറുപ്രായത്തിൽ തന്നെ റൂത്ത് വിധവയായി. റൂത്ത് അവളുടെ അമ്മായിയമ്മ നവോമിയെ വിട്ടുപോയില്ല. തൻ്റെ അമ്മായിയമ്മയെ അനുസരിച്ച് അവൾ വീണ്ടും ഒരു കുടുംബജീവിതം നയിക്കാൻ ബോവാസിൻ്റെ ഭാര്യയായി. അങ്ങനെ അവളുടെ പേര് ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും അതുവഴി മിശിഹായുടെ വംശാവലി ചരിത്രത്തിൽ റൂത്തിന് പദവി ലഭിച്ചു. തകർച്ചയുടെ പാരമ്യത്തിലും ദൈവത്തെ മാത്രം ആശ്രയിച്ച് പ്രതീക്ഷ കൈവിടാതെ എല്ലാവർക്കും എന്നും മാതൃകാപരമായ ജീവിതം കാഴ്ചവെച്ച പഴയ നിയമത്തിലെ ശക്തയായ ഒരു സ്ത്രീ കഥാപാത്രമായ റൂത്തിൻ്റെ ജീവിതാവിഷ്കാരം സെൻറ്റ് ജേക്കബ് ഷിക്കാഗോ വാർഡ് അവതരിപ്പിക്കുന്നു. പുരാതന കഥാകഥന സമ്പ്രദായമായ കലാരൂപം വില്ലടിച്ചാൻ പാട്ട്. സർവശക്തന്റെ വിശ്വസ്തയാണ് മൂന്നര പേജതിൽ റൂത്ത് ചരിതം പഴയ നിയമത്തിൻ തേജസാണ് റൂത്തവൾ ചേലൊറ്റ യുവവിധവയാണ് സർവശക്തന്റെ വിശ്വസ്തയാണ് മൂന്നര പേജതിൽ റൂത്ത് ചരിതം പഴയ നിയമത്തിൻ തേജസാണ് റൂത്തവൾ ചേലൊത്ത യുവ വിധവയാണ് അവൾ
കവർന്നവളെ. കതിരെടുക്കാൻ പോയവളിന്ന് കോതമ്പ് പാടത്തിനുടമയായി തേൻമൊഴി അനുഗ്രഹങ്ങൾ കണ്ടു നാം. കതിരെടുക്കാൻ പോയവളിന്ന് കോതമ്പ് പാടത്തിനുടമയായി തേൻമൊഴി അനുഗ്രഹങ്ങൾ കണ്ടു നാം. ദൈവം പിരിക്ക് പാത്രം യേശുവംശാവലിയിൽ സ്ഥാനം കഥ കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ മഞ്ഞായി പെയ്തവളെ. അമ്മായി അമ്മതൻ ഇഷ്ടത്തിൽ നിന്നും കളപെറുക്കുന്ന വയറിൽ വെച്ചു നല്ലവനാം ബോവാസിന്റെ ചങ്കവർന്നവളെ. സർവശക്തന്റെ വിശ്വസ്തയാണ്. 3.5 പേജതിൽ റുത്ത് ചരിതം പഴയ നിയമത്തിൻ തേജസാണ്. റുത്തവൾ ചേലൊറ്റ യുവവിധവയാണ്. സർവശക്തന്റെ